മമ്മൂട്ടി നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടു. ശ്രവണ വൈകല്യമുള്ളവർക്ക് കേൾവിയുടെ ലോകം സമ്മാനിക്കാൻ സൗജന്യ ശസ്ത്രക്രിയ നടത്തുകയാണ് ലക്ഷ്യം. കെയർ ആൻഡ് ഷെയറിന്റെ 16ാം വാർഷികത്തിലാണ് കാതോട് കാതോരം എന്ന് പേരിട്ട പദ്ധതിയുടെ പ്രഖ്യാപനം. പതിവ് പോലെ ഇത്തവണയും മമ്മൂട്ടി സിനിമയുടെ പേര് തന്നെയാണ് കെയർ ആൻഡ് ഷെയറിന്റെ പുതിയ പദ്ധതിക്കും നൽകിയത്. കാതോട് കാതോരം എന്ന സിനിമയുടെ സംഗീത സംവിധായകനായ ഔസേപ്പച്ചൻ മീട്ടിയ ഈണത്തിനൊപ്പമാണ് പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനവും നടത്തിയത്. പരിമിതിയുള്ള നിർധനരായവർക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ അർഹരായവർക്ക് വലിയ തുക ചെലവ് വരുന്ന ശസ്ത്രക്രിയയും തുടർ ചികിത്സയും പദ്ധതിയിലൂടെ പൂർണ്ണമായും സൗജന്യമായി നൽകും. കാഴ്ചയും കേൾവിയും രുചിയും എല്ലാം നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില മനസ്സിലാകൂ എന്ന് മമ്മൂട്ടി പറഞ്ഞു. തനിക്കും കുറച്ചുകാലം രുചി അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ഭാഗ്യവാന്മാരായി നമുക്കൊക്കെയുണ്ട്. പല പഞ്ചേന്ദ്രിയങ്ങളും കണ്ണ്, കാഴ്ച, സംസാരശേഷി, കേൾവിയില്ലായ്മ, അങ്ങനെ ഒരുപാട് കുറവുകളുള്ള ഒത്തിരി മനുഷ്യർ നമ്മുടെ കയ്യിലുണ്ട്. ഈ സംരംഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയ്ക്കപ്പുറത്ത് കാഴ്ച കണ്ടാൽ കാഴ്ചയും കേൾവിയുമാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ. കെയർ ആൻഡ് ഷെയറിന്റെ വാർഷികാഘോഷ പരിപാടി മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യത്തിൻ്റെ ഇത്രയും വലിയ സംരംഭം കഴിഞ്ഞ 16 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് എത്ര ആയിരം പേർക്ക് ആണ് സൗഖ്യവും അതുപോലെ തന്നെ പ്രത്യാശയും ഉണ്ടാക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നന്മയുടെ ഒരു പര്യായമാണ് മമ്മൂട്ടി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ 16ാം വാർഷികത്തോടനുബന്ധിച്ച് ആലുവ രാജഗിരി ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംരംഭത്തിൽ പങ്കാളികളാകുന്നതിൽ വലിയ ആത്മസംതൃപ്തിയുണ്ടെന്ന് രാജഗിരി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പിള്ളി പറഞ്ഞു. ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി രവാഡ എ ചന്ദ്രശേഖർ IPS മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.